التمسك بالأثر نجاه. 21ാമത്തെ ചോദ്യം. കം കാന ഉമറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന അർസലഹുല്ലാഹു അസ്സ വജൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? വയസ്സ് എത്ര ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം നബിയായി തീർന്നത്? എന്ന് വെച്ചാൽ ഒരാൾ നബിയാവുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ നബിയാവുക എപ്പോഴാണ്? അള്ളാഹു അവൻ്റെ വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാമെ ആ വ്യക്തിയിലേക്ക് അയക്കുകയും ആ വഹി ലഭിക്കുകയും ചെയ്യുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹി കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ നബിയായിത്തീരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് നബിയായത്? അതിനുത്തരം എന്താ? 40 സന, 40 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ 40 വയസ്സ് വരെയും അദ്ദേഹം നബിയല്ല. 40 വയസ്സ് വരെയും അദ്ദേഹം നബിയല്ല. പക്ഷേ നബി അല്ലാത്തത് കൊണ്ട് മക്കയിൽ നമുക്കറിയാം എല്ലാ വൃത്തികേടുകളും നിറഞ്ഞു നിന്നിരുന്ന ഒരു അവസ്ഥയാണല്ലോ ജാഹിലിയത്ത് എന്ന് പറയും. ആ ജാഹിലിയത്തിലെ ഒരു വൃത്തികേടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഒന്നിലും പ്രവേശിച്ചിട്ടില്ല. ഒരു തിന്മയും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്തിട്ടില്ല. നബിയാക്കപ്പെടുന്ന 40 വയസ്സിൽ തന്നെ, പക്ഷെ 40 വയസ്സിന് മുമ്പുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? ഒരു വിഗ്രഹത്തിന് മുന്നിൽ പോലും സുജൂദ് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പേ വെറുപ്പുള്ള കാര്യം. അത് വഹി അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷെ മുമ്പേ അതെന്ത് ചെയ്തിട്ടുണ്ട്? വഹിയിലൂടെ കിട്ടിയ അറിവ് കൊണ്ടല്ലെങ്കിൽ പോലും മുൻപേ അതിനോടൊക്കെ ഒരു വെറുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ട്. അതിന് ഏറ്റവും വലിയൊരു കാരണം ഞാൻ ചുരുക്കി പറയാം, ചരിത്രം അധികം വിശദീകരിക്കുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്രായത്തിൽ, അദ്ദേഹത്തിന് 4 വയസ്സ് പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് നെഞ്ച് കീറുന്ന സംഭവം. സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്ന സംഭവമാണ്. 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ 2 മലക്കുകൾ വരികയും അദ്ദേഹത്തിന് നെഞ്ച് കീറുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം പുറത്തെടുക്കുകയും, ഹൃദയവും മറ്റെന്തൊക്കെയോ പുറത്തെടുക്കുന്നുണ്ട്, എന്നിട്ട് അതിൽ ചിലത് പുറത്തേക്ക് വലിച്ചെറിയുകയും ബാക്കിയുള്ളത് സംസം വെള്ളം കൊണ്ട് എന്ത് ചെയ്യും? കഴുകുകയും വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ വെക്കുകയും ചെയ്യുന്നൊരു സംഭവം ഹദീസുകളിൽ വിശദമായി വന്നിട്ടുണ്ട്. അത് ആലങ്കാരികമായി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് സ്വപ്നത്തിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ആലങ്കാരികമായി പറയുന്ന കാര്യം ശരിക്കും നടന്നതാണ്. അതുകൊണ്ട് തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അദ്ദേഹം ഖാദിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഖിദ്മത്ത് ചെയ്യുന്ന സഹാബിയാണ്. അപ്പോൾ ഇദ്ദേഹം അത്ര അടുത്തറിയുന്നത് കൊണ്ട് അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഈ ഒരു കീറിയിട്ട് തുന്നിയ പാടുണ്ടാവല്ലോ, നമ്മൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോലത്തെ പാട്, അതുപോലത്തെ പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹായ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു ഹൃദയം പുറത്തെടുത്ത് കീറുന്നൊരു അവസ്ഥ അതിലൂടെ എന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കാം, അള്ളാഹു സുബ്ഹാനഹു അല്ലാഹു ആലം, പക്ഷെ അതൊരു കാരണമായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളോടുള്ള ഒരു അകൽച്ച ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ശിർക്കും അതുപോലെ തന്നെ അള്ളാഹുവിനെ അനാദരിക്കലും മറ്റുള്ള വിഗ്രഹങ്ങൾക്ക് സുജൂദ് ചെയ്യലും അവർക്ക് ഇബാദത്ത് കൊടുക്കലും ഇതൊക്കെ വളരെയധികം വെറുത്തിരുന്നു. അതിൽ നിന്നൊക്കെ വളരെയധികം അകന്നു നിന്നിരുന്നു. അതുപോലെ തന്നെ സത്യം മാത്രം പറയുക, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്നാണ് അവിടുത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത്. കാരണം അന്നേ സത്യസന്ധത കൊണ്ട് അറിയപ്പെട്ടിരുന്നു. പാവങ്ങളെ സഹായിക്കുക, അത് ശാരീരികമായി സഹായിക്കാൻ പറ്റുന്നത് ശാരീരികമായി സഹായിക്കുക, സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എല്ലാ നിലയ്ക്കും നന്മകളിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുന്നതിന് മുമ്പും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു വഹി കിട്ടുന്ന സംഭവം 40 വയസ്സാവും. അതെങ്ങനെയാണ് ഞാൻ ചുരുക്കി പറയാം. അതായത്
നമ്മൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചുറ്റി നടക്കുന്ന സമൂഹത്തിലെ വൃത്തികേടുകൾ തൊട്ട് അദ്ദേഹത്തിന് മനസ്സിലൊരു പ്രയാസം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വൃത്തികേടുകൾ കണ്ട് മടുത്ത് അവസാനം എന്തായി, അദ്ദേഹത്തിന് ഇവരെന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയി എന്തെങ്കിലും റബ്ബിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അന്നുണ്ടായിരുന്ന ദീൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദീന് അത് പൂർണ്ണമായിട്ടില്ല. അതിലെന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ചില കാര്യങ്ങൾ, അതിൽപ്പെട്ടതാണ് തൗഹീദൊക്കെ. ആ തൗഹീദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത പല തൗഹീദുള്ള ആൾക്കാരും അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ കുറച്ച് ഉള്ള ബാക്കിയുള്ള ഇബാദത്തുകൾ അത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ ചെന്ന്, അന്നത്തെ ഇബാദത്തിൻ്റെ രൂപം അങ്ങനെ ആയിരിക്കണം, അല്ലാഹു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഇബാദത്തില്ല, പക്ഷെ അന്നത്തെ ഇബാദത്തുകൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പോയി അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ ഒഴിഞ്ഞിരിക്കും. എന്നിട്ട് വീട്ടിലേക്ക് വരും, എന്നിട്ട് കുറച്ച് ഭക്ഷണം ശേഖരിച്ചിട്ട് വീണ്ടും പോവും. കുറേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടും, ഭക്ഷണം തീരുമ്പോൾ വീണ്ടും വരും. അങ്ങനെ അദ്ദേഹം ഒരു റമദാൻ മാസത്തിൽ ഇതുപോലെ ആ ഒരു ഗുഹയിൽ, ഹിറാ ഗുഹയിൽ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നത്. വന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തെ പിടിച്ച് ആദ്യം ഇറുക്കുകയാണ് ചെയ്യുക. അദ്ദേഹം ഈ രൂപം കാണുമ്പോൾ തന്നെ പേടിക്കും. കാരണം നമ്മൾ ഒരിക്കലും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത രൂപമാണ് മലക്കിൻ്റെ രൂപം എന്ന് പറയുന്നത്. നമുക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതും പേടിക്കുകയാണ്, എപ്രാളപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഈ മലക്ക് ശക്തിയായി ഇറുക്കുകയാണ് വായിക്കാൻ പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എനിക്ക് വായിക്കാറില്ല, പക്ഷേ വായിക്കാറില്ല എന്ന് വെച്ചാൽ എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായിട്ട് ജനിച്ചാണല്ലോ, അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാരുമില്ല, സാമ്പത്തികമായ ശേഷിയില്ല. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ആട് മേയ്ക്കാനും അങ്ങനെ കച്ചവടവും ജോലികളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റി വന്നതാണ്. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയണം. അപ്പോൾ പിടിച്ച് ഇറുക്കുകയാണ്, വളരെ ശക്തമായി ഇറുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ വളരെ ഞാൻ എന്ത് ചെയ്തു, ആ ഇറുക്കലിൻ്റെ ശക്തി കാരണത്തിൽ എനിക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടായി. വീണ്ടും പറയണം, വായിക്കാൻ പറയണം. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കാൻ ക്ഷീണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും പിടിച്ചെടുക്കുക. അങ്ങനെ 3 തവണ ചെയ്തിട്ട് 3ാമത്തെ തവണ എന്ത് ചെയ്യാൻ, ജിബ്രീൽ ഓതി കൊടുക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത്രയും ഓതിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ട്, ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ കഴുത്തിൻ്റെയും തോളിൻ്റെ ഇടയിൽ ഒരു മസിലുണ്ട്, അതുപോലും വിറയ്ക്കുന്നുണ്ടായിരുന്ന, അത്രയധികം പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, വിറച്ചിട്ട് എങ്ങനെയോ വീട്ടിലെത്തി ഉടനെ ഭാര്യയോട് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയാണ്, പുതച്ച് തരാൻ പറയാണ്. അത്രയും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പുതച്ച് കിടന്ന് പേടി കുറച്ചൊന്ന് ഒതുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്നുണ്ടെന്നറിയോ, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കാം, പക്ഷെ എനിക്കെന്തെങ്കിലും ശിക്ഷയോ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും എന്നെ ബാധിക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്, എനിക്കെൻ്റെ കാര്യത്തിൽ പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹു താങ്കൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല. എന്നിട്ട് ഖദീജ എന്താ പറയുന്നത്, തീർച്ചയായും താങ്കൾ സത്യം മാത്രം പറയുന്നതാണ്, കളവ് പറയുന്ന ആളല്ല. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്ന ആൾ, കുടുംബബന്ധത്തെ മുറിക്കുന്ന ആളല്ല. ആളുകളുടെ പ്രയാസങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അതിഥിയെ സൽക്കരിക്കുന്ന ആളാണ്. പാവപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള നിങ്ങളൊരിക്കലും അല്ലാഹ് പ്രയാസപ്പെടുത്തൂല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ തുടക്കം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് വഹി കിട്ടുന്നത്. അപ്പോൾ വഹി കിട്ടുന്നതോടുകൂടി എന്തായി, ഒരു മനുഷ്യൻ നബിയായിത്തീരും. അപ്പോൾ ഇത് 40 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായിട്ട് വഹി കിട്ടുന്നത്.